നമസ്കാരം സുഹൃത്തുക്കളെ. അപ്പോൾ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ എൻ്റെ ഈ ഐഫോൺ ട്രാവൽസ് എന്ന് പറഞ്ഞാൽ എൻ്റെ ടൂർസ് ആൻഡ് ട്രാവൽസ്, ട്രാവൽ അസിസ്റ്റൻസ്, വിസ പ്രോസസ്സിങ് ഒക്കെ ചെയ്യുന്ന ഒരു സംവിധാനം ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഞാൻ ഇടക്കുമുറിയൊക്കെ ചെയ്യാറുണ്ട്, ഡയറക്റ്റായിട്ടും സബായിട്ടും ഒക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ സ്പെഷ്യലി യൂറോപ്യൻ കൺട്രീസിലേക്കാണ് നമ്മൾ ചെയ്യുന്നത്. അതിനകത്താണ് കുറേ എൻക്വയറീസ് വരുന്നത്. അതിനെ തുടർന്നാണ് ഞാനിത് ചെയ്യുന്നത്. വേറെ ഇപ്പോൾ മറ്റു പല കൺട്രീസിലും വെസ്റ്റേൺ കൺട്രീസിലും ഒക്കെ ഉണ്ട്, പക്ഷേ യൂറോപ്യൻ കൺട്രീസിലാണ് കൂടുതലും. അപ്പോൾ അതിനെ തുടർന്ന് ഞാനൊരു വീഡിയോ കഴിഞ്ഞ ദിവസം ഇട്ടിരുന്നു. അപ്പോൾ അത് വേറൊന്നുമല്ല, ഒരു ഷോർട്ട് ഞാൻ ഫേസ്ബുക്കിൽ കണ്ടു. ഒരു വ്യക്തിയുടെ പുള്ളി ഈ യൂറോപ്യൻ മൈഗ്രേഷനിൽ വരുന്ന ചില ഡിഫിക്കൽട്ടീസ്, ഡോക്യുമെൻ്റ് ചേഞ്ചിങ് പ്രോസസ്സ്, അതിനെ തുടർന്നുള്ള ഇനിഷ്യൽ സ്ട്രഗിൾസിനെ കുറിച്ചൊക്കെ ഒരു വീഡിയോ ചെയ്തതിനെ തുടർന്ന്. അപ്പോൾ എനിക്ക് അതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയണമെന്നുണ്ടായി. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ വിസ പ്രോസസ്സ് ചെയ്യുമ്പോൾ അതിനൊരുങ്ങി വരുന്നവർ, അതിന് താല്പര്യപ്പെട്ട് വരുന്നവർ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് അറിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കുറച്ച് എന്താ പറയുക, കുറച്ച് വ്യക്തത കിട്ടും, ക്ലാരിറ്റി കിട്ടും എന്നുള്ളത് കൊണ്ടിട്ട് പല എൻക്വയറീസും നമ്മൾ വരുന്നതിൽ നമ്മൾ ചില സമയത്തൊക്കെ പറയാറുണ്ട്, ഇപ്പോൾ വേണ്ട പിന്നെ ചെയ്യാമെന്നൊക്കെ പറയുമ്പോൾ ആൾക്കാർക്ക്, അവിടെ നിൽക്കുന്ന ആൾക്കാർക്ക്, ഞാനിപ്പോൾ നിലവിൽ യൂറോപ്പിലാണ്, അപ്പോൾ നാട്ടിലിരിക്കുന്ന കുറേ സുഹൃത്തുക്കളടക്കമുള്ള ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്. ചോദിക്കുന്നതിൻ്റെ പേരിൽ അവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുള്ള ഒരു ആഗ്രഹത്തിൻ്റെ പേരിലാണ് നമ്മൾ ചെയ്യുന്നത്. അല്ലാണ്ട് നമുക്ക് ഇതിനകത്തൊന്നും വലിയ പോണ്ട കിട്ടിയിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല. അതിനകത്തൊന്നും നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടണമെങ്കിൽ അത് നമുക്ക് ഇവിടെ എന്താ പറയുക, സിഗരറ്റ് വലിക്കാനേ കഴിയുള്ളൂ, അത്രേ ഉള്ളൂ സംഭവം. അതിന് നമ്മൾ ഒരുപാട് പണികളൊക്കെ ചെയ്യേണ്ടി വരും. ജീവിതം കുറച്ച് കഷ്ടപ്പാടൊക്കെയാണല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ആൾക്കാർക്കൊരു ഉപകാരം ആയിക്കോട്ടെ എന്നുള്ള ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതിപ്പോൾ എൻ്റെ ത്രൂ അല്ല, വേറെ ആരുടെ ത്രൂ ചെയ്താലും ഞാൻ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളുണ്ടാവും വീഡിയോയിൽ. അത് ഫോളോ ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് ഗുണമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതാണ് നമ്മൾ വീഡിയോ ചെയ്തത്. ഒരു വീഡിയോ ചെയ്തിരുന്നു, അത് ഇൻസ്റ്റാഗ്രാമിലാണ് ചെയ്തത്. അത് ഞാൻ വേണമെങ്കിൽ ഇതിൽ അറ്റാച്ച് ചെയ്യാം. അപ്പോൾ അതിനകത്ത് ഇങ്ങനെ കുറേ കമൻറ്റുകളൊക്കെ വരുന്നു. അപ്പോൾ ഞാനത് നെഗറ്റീവ് കമൻറ്റ് ഞാൻ എപ്പോഴും ഡിലീറ്റ് ചെയ്തല്ല, ബ്ലോക്ക് ചെയ്ത് കളയും. കാര്യം വെച്ചാൽ നമ്മളത് പ്രോത്സാഹിപ്പിക്കാറില്ല. അതിൻ്റെ ഏത് പ്ലാറ്റ്ഫോമിലായാലും, ഇൻസ്റ്റാഗ്രാം ആയാലും കൊള്ളാം, ഫേസ്ബുക്ക് ആയാലും യൂട്യൂബ് ആയാലും കൊള്ളാം, ടിക്ടോക്ക് ആയാലും കൊള്ളാം, ഏതായാലും കൊള്ളാം, നമ്മുടെ ഒരു പോളിസിയാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് വന്നിട്ട് ഗുണയടിച്ചിട്ട് കുറച്ച് അറ്റൻഷൻ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, ചില തന്തയില്ലാത്തവന്മാരെന്ന് പറയും. ഇങ്ങനെയൊക്കെ ഒന്ന് പറയുമ്പോൾ പറയാൻ പറ്റാത്തൊരു കാര്യമാണ്. പക്ഷേ ആ തന്തയില്ലാത്തവന്മാരെ പറയാൻ പറ്റുള്ളൂ. കാര്യം ഒന്ന് മോശത്തിന് മോശം തന്നെ നമ്മൾ പറയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ കുറേ ആൾക്കാരൊക്കെ വന്നിട്ടുള്ളൂ. യൂറോപ്പിൽ കൂലിപ്പണി ചെയ്യുന്ന കുണ്ണയെന്ന്, സോറി കേട്ടോ, ഇത് എൻ്റെ വാക്കല്ല, ഞാൻ എഴുതിയ സംഭവം പറഞ്ഞത്. അപ്പം അത് കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ബാക്കി ഇഷ്ടമുള്ള സംഭവം എന്താ പറയുക, ഉണ്ടെന്നൊക്കെ പറയുമ്പോഴത്തേക്കും അതൊക്കെ അതില്ലാത്തവനാണുള്ളതൊക്കെ പറയേണ്ടി വരുന്നത്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് പഠിച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെയാണ്, അല്ലാണ്ട് വേറൊന്നുമല്ല. പിന്നെന്ന് വെച്ചാൽ ഇവനൊക്കെ എന്താ പറയുക, നാട്ടിലും ഒരു കൂലിപ്പണിക്ക് പോലും ഒരു വടിയും വിളിക്കൂല. അങ്ങനത്തെ ഉള്ളവന്മാരാണ് ഇങ്ങനെയൊക്കെ ഇങ്ങനെയുള്ള കാണിക്കുന്നത്. അല്ലാത്ത നല്ല കുടുംബത്തിലുള്ള മാനം മര്യാദയൊക്കെ ജീവിക്കുന്ന, അല്ലെങ്കിൽ 10 കാശ് പോക്കറ്റിലുള്ള ഡീവിനൊക്കെ വന്നിട്ട് ഇങ്ങനെയൊക്കെ കണ്ടവൻ്റെ വീഡിയോയിൽ വന്നിട്ട് തെറി പറയേണ്ട ആവശ്യം വല്ലതും ഉണ്ട്. അവനൊക്കെ ഒന്നും ആ ഫ്രീക്വൻസിയിലല്ല ചലിക്കുന്നത്, അവനൊക്കെ വേറെ ഫ്രീക്വൻസിയിലാണ് ചലിക്കുന്നത്. അവൻ ഇരിക്കുന്ന സ്ഥലത്ത് 10 കാശ് വരുന്ന രീതിയിലുള്ള ചിന്തകളും പ്രവർത്തികളും ഒക്കെ ആയിരിക്കും അങ്ങനെയുള്ളവന്മാർ ചെയ്യുന്നത്. അല്ലെങ്കിൽ കയറി വന്നിട്ടുള്ള അലമ്പൊന്നും കാണിക്കുന്നില്ല. അതൊക്കെ അവിടെ ഇരിക്കട്ടെ. എന്തിരുന്നാലും അപ്പോൾ ഇങ്ങനൊരു സംഭവം വന്നത് കൊണ്ടിട്ട് നമ്മൾ നെഗറ്റീവ് ആണെങ്കിൽ പോലും നമ്മളത് പോസിറ്റീവ് ആക്കണമല്ലോ. പോസിറ്റീവ് ആക്കാനുള്ള സംഭവമാണ് നമ്മൾ ചെയ്യുന്നത്. പോസിറ്റീവ് കുറച്ചുകൂടി ബെറ്റർ, പോസിറ്റീവ് ആക്കുന്ന നല്ല കാര്യമാണ്. നെഗറ്റീവ് എടുത്ത് പോസിറ്റീവ് ആക്കുന്ന, റീസൈക്കിൾ ചെയ്ത് പോസിറ്റീവ് ആക്കുന്ന ജോലിയാണ് നമ്മൾ പലപ്പോഴും ചെയ്യാറുള്ളത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്വഭാവം അങ്ങനെയാണ്. അപ്പോൾ മോശപ്പെട്ട ഒരു കാര്യം അതുകൊണ്ട് ഒരു പ്രൊഡക്ടിവിറ്റി ഉണ്ടാകട്ടെ, അറിവ് ബാക്കിയുള്ളവർക്ക് ഉണ്ടാകട്ടെ എന്ന് വെച്ചിട്ടാണ് പറയുന്നത്. കൂലിപ്പണിയുടെ കാര്യം. അപ്പോൾ കൂലിപ്പണി ഞാൻ യൂറോപ്പിൽ പല സ്ഥലങ്ങളിലും എടുത്തിട്ടുണ്ട്. ഞാൻ ജർമ്മനിയിലും സ്വിറ്റ്സർലൻഡിലും പോളണ്ടിലും പോർച്ചുഗലിലും ഫ്രാൻസിലും ഇറ്റലിയിലൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ കൂലിപ്പണിയൊക്കെ എടുക്കേണ്ടി വരും. ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞു, നിങ്ങൾ ഈ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ അങ്ങോട്ട് ഞങ്ങളുടെ രാജ്യം ഭരിച്ചു എന്നും പറഞ്ഞു കൊണ്ടിട്ടുള്ള ജോലിയൊന്നും അല്ല കിട്ടാൻ വേണ്ടി പോകണം. അത് പ്രതീക്ഷിച്ചുകൊണ്ട് വരരുത്. അപ്പോൾ കൂലിപ്പണിയൊക്കെ എടുക്കേണ്ടി വരും. അത് ഞാനത് അതിനകത്തും പറഞ്ഞിട്ടുണ്ട്. കൂലിപ്പണി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവൻ ഈ പറഞ്ഞവൻ കൂലി ഇല്ലാതെ ഏത് പണിയാണ് എടുക്കാൻ അറിയാൻ പറ്റില്ല, വില കുനിഞ്ഞു കൊടുക്കണ പണി ഉണ്ടാകുന്ന അറിയാൻ പറ്റില്ല. അങ്ങനെയൊക്കെ ഉള്ളവന്മാരൊക്കെയാണ് ഇങ്ങനെയൊക്കെ ഒന്ന് ചില കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ എന്താ പറയുക, ഈ നമ്മൾ പറയില്ല, താമരശ്ശേരി ചുരത്തിൻ്റെ അട്ടത്തുള്ള വീട്ടിൽ നിന്ന് മെസ്സേജ് അയക്കുന്നവന്മാരൊക്കെയാണ്. അതൊക്കെ അവിടെ ഇരിക്കട്ടെ. പക്ഷേ കൂലിപ്പണിയാലും എന്ത് പണിയാലും എടുക്കാൻ തയ്യാറായി വരിക. പിന്നെ ഞാൻ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, ഒരു 4-5 വർഷമൊക്കെ എടുക്കും ഒരു കൺട്രിയിൽ സെറ്റ് ആകാനായിട്ട്. അപ്പോൾ അതിനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി, അതിനെ മെച്യൂരിറ്റി എന്ന് പറയും, പക്വത എന്ന് പറയും, മനസ്സിലായോ? വരുമ്പോൾ തന്നെ അങ്ങോട്ട് കയറി അങ്ങോട്ട് ഇങ്ങനെ പൊക്കിയെടുത്ത് തരാനിരിക്കണമല്ല. ഒരു കിഴങ്ങും അറിയാനും പാടില്ല, രാജ്യത്തിൻ്റെ സിസ്റ്റം അറിയാൻ പാടില്ല, ഒരു അഡാപ്റ്റബിലിറ്റിയും ഇല്ല, ആ രാജ്യത്തിൻ്റെ ഭാഷയും അറിയാൻ പാടില്ല, ഒന്നും അറിയാൻ പാടില്ലാത്തവന് എന്ത് തേങ്ങ കിട്ടാനും. ഞാൻ വലുത് മുതൽ ചെറുത് വരെയുള്ള ജോലികളൊക്കെ എടുത്തിട്ടുണ്ട്. പലവരങ്ങളിൽ വലുതെന്ന് തോന്നുന്ന പല യൂറോപ്യൻ കൺട്രികളിലും ഞാൻ സൂപ്പർ മാർക്കറ്റിലൊക്കെ വരെ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്കിങ്ങനെ ക്യാഷ് ഇൻ ഹാൻഡ് ജോബ്സ് ഒക്കെയാണ് നമുക്ക് താല്പര്യം കൂടുതൽ. ഞാൻ ഇവൻ്റെ മാനേജ്മെൻറ്റ് കമ്പനിയിലാണ് ഇപ്പോൾ നിലവിൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ പക്ഷേ എങ്കിലും നമുക്ക് പല രാജ്യങ്ങളിലും ഇങ്ങനെയുള്ള നമ്മുടെ ജോബ്സിനൊന്നും വലിയ ഗ്യാരണ്ടീസ് ഒന്നും ഇല്ല. ഭാവിയിലുള്ള സമയങ്ങളിലും അങ്ങനെയൊക്കെയാണ് പല രാജ്യങ്ങളിലുള്ള ഈ എയും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ടിട്ട് പല വൈറ്റ് കോളർ ജോബ്സും ഇല്ലാതാവുന്ന ഒരു സംഭവമാണ്. അല്ലെങ്കിൽ നമ്മൾ സ്വയമായിട്ട് തന്നെ ചെയ്യേണ്ടി വരും, നമ്മുടെ ക്രിയേറ്റിവിറ്റി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും.
പല രീതിയിലും നമ്മൾ തന്നെ അഡാപ്റ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതൊന്നും ഇങ്ങനെയുള്ള പെടലുകളടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ഇവൻ്റെയൊക്കെ മെസ്സേജ് കണ്ടപ്പോൾ ഞാൻ ആദ്യം ഓർത്തത് മറ്റേ ഈ സന്തോഷ് ജോർജ് കുളങ്ങര ട്രാവലർ സന്തോഷ് ജോർജ് കുളങ്ങരയുടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ മിമിയൊക്കെ അടിക്കുന്ന ഒരു സംഭവമുണ്ട് പലതും മധ്യേഷ്യ രാജ്യങ്ങൾ ഇങ്ങനെയുള്ള തെണ്ടികളെ ഞാൻ കണ്ടിട്ട് പോലും ഇല്ല അതൊക്കെ പറഞ്ഞൊക്കെ. അപ്പോൾ ഈ കഴിഞ്ഞിടയ്ക്ക് ഞാൻ കണ്ടൊരു മിമിയാണ് എനിക്ക് ഓർമ്മ വന്നത്. ഇങ്ങനെയുള്ള വെള്ളക്കൂതികളെയൊക്കെ തീറ്റിപ്പോറ്റാൻ വേണ്ടി രാജ്യം കളയുന്ന കാശും പ്രകൃതി കളയുന്ന ഓക്സിജന്റെ അളവുമാണ് ഞാൻ ഓർത്ത് പോകുന്നത് എന്ന് പറഞ്ഞാൽ ഞാനും അതാണ് ഓർത്ത് പോയത്. ഇങ്ങനെയുള്ള വെള്ളക്കൂതികളുടെ കാര്യം. അങ്ങനെയുള്ള വെള്ളക്കൂതികളൊന്നും ഒരു സ്ഥലത്ത് പോയാലും നന്നായാലും രക്ഷപ്പെടുകയില്ല. കാര്യം മനസ്സ് നന്നല്ല. അതാണ് പ്രകടമായിട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. മനസ്സ് നന്നാണ് അവിടെ പോയാലും. അത് എൻ്റെ കേൾവിക്കാരോട് കേൾക്കണം. ഇങ്ങനെയുള്ള ഇടപാടുകളൊന്നും കൊണ്ട് നടന്നിട്ട് കാര്യമില്ല. കിട്ടുന്ന ജോലികൾ ചെയ്യാൻ നോക്കുക, പിന്നെ പഠിക്കാൻ നോക്കുക. ഞാൻ അതിനകത്ത് പറഞ്ഞു നിർത്തിയതും അതാണ് കഴിഞ്ഞ വീഡിയോയിൽ. പഠിക്കാനുള്ള മനസ്സോട് വരിക, വളരാനുള്ള മനസ്സോട് കൂടി വരിക എന്നൊക്കെയാണ്. അപ്പോൾ നമ്മൾ കൂടുതലും ശ്രമിക്കുന്നത് ചെറുപ്പക്കാരെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. ഒരു 25-30 ഒക്കെ ഇടാനുള്ള പാർട്ടീസൊക്കെ കിട്ടിയാലും വലിയ പ്രാരാബ്ദങ്ങളൊന്നും ഇല്ലാത്ത, പഠിക്കാനും വളരാനും എന്താ പറയുക ഞങ്ങൾ ഇവോൾവ് ചെയ്യാനും ഒക്കെ ആഗ്രഹിക്കുന്ന മനുഷ്യർ, അങ്ങനെയുള്ള വ്യക്തികൾ, പുതിയ തലമുറ ഒക്കെ. ഇപ്പം 40 ഇടയിൽ 45 ഒക്കെ ആണ് കുഴപ്പമില്ല. 45 എന്നൊക്കെ പറയുമ്പോഴത്തേക്കും കുറച്ച് സംഭവമായി പോകും. എനിക്ക് നാട്ടിലുള്ള എല്ലാവരും പൊക്കിക്കൊണ്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഒന്നും കിട്ടാനൊന്നുമില്ല. ഇനി അവരുടെ എല്ലാവരും കാശ് കിട്ടിയാലും അതൊന്നും നമുക്ക് വേണ്ട. നമുക്ക് എന്തെങ്കിലും കഞ്ഞിയും കട്ടൻ കാപ്പിയും മതി ജീവിച്ചു പോകാനായിട്ട്. നമ്മളങ്ങനെ അടിമപ്പോക്കാരനാണ്. അങ്ങനെയൊക്കെയാണ് നമ്മൾ ജീവിക്കുന്നത്. പിന്നെ നമ്മളെ കൊണ്ട് ആർക്കെങ്കിലും ഒരു ഗുണം ഉണ്ടാകണമെങ്കിൽ, അവർ ജീവിതം മാറണമെങ്കിൽ അതിന് വലിയ താല്പര്യമുണ്ട്. അങ്ങനെയാണ് ഞാൻ ഇതുവരെ ജീവിച്ചിട്ടുള്ളത്. അപ്പോൾ പിന്നെ ചിലരൊക്കെ ഒന്ന് കാശ് ചോദിക്കുന്നവരൊക്കെ ഉണ്ടട്ടെ. അത് എനിക്ക് കാശ് എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടി പറ്റില്ല. ഞാൻ എത്ര പേർക്ക് പറഞ്ഞു തുടങ്ങി. പിന്നെ എല്ലാവർക്കും കൊടുക്കുന്ന കാര്യമൊക്കെ നമുക്ക് പറഞ്ഞുകൊണ്ടിരിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ പലർക്കും കൊടുക്കാൻ എനിക്ക് പറ്റാറില്ല. അതിന് താല്പര്യപ്പെട്ട ആൾക്കാർ കൂടുതൽ ബുദ്ധിമുട്ടിക്കരുത്. ഞാൻ അറിഞ്ഞ് ചെയ്യും, അത് കുഴപ്പമില്ല. എനിക്ക് എല്ലാവരും ബുദ്ധിമുട്ടുകളൊക്കെ അറിയാം. അതൊന്നുമല്ല, അവർക്കൊരു മാർഗം, അവർക്ക് ബാക്കിയുള്ളവർ മുമ്പിൽ കൈ നീട്ടാതെ അന്തസ്സായിട്ട് ജീവിക്കാനും ആരെയും ബുദ്ധിമുട്ടിക്കാതെ അവരെ പ്രതി നിൽക്കുന്നവർക്ക് നല്ല ഭാവി എന്നുള്ള രീതിയിൽ അങ്ങനെ ഒരു മാർഗം ഉണ്ടാക്കി കൊടുക്കാൻ നമ്മൾ ശ്രമിക്കാറുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ കൃതാർത്ഥനായി. അതാണ്. അപ്പോൾ ഇതാണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കൂലിപ്പണി എന്നൊക്കെ പറയുമ്പോൾ, കൂലിപ്പണി എന്ന് പറയുമ്പോഴേ അത് ഈ പെയിൻറ്റിങ്, ഈ നമ്മുടെ കൂലിപ്പണി, കൽപ്പണി, അങ്ങനെ പല പല പണികളും ഉണ്ട്. അങ്ങനെ പല പല പണികളും നമുക്ക് വരുമ്പോൾ തന്നെ ക്യാഷ് ആൻഡ് ജോബ്സ് എന്നുള്ള രീതിയിൽ. കാരണം നമ്മുടെ ഇത് നിലനിന്ന് പോകണമല്ലോ, നമ്മുടെ ചിലവുകൾ നടന്നു പോകണമല്ലോ. ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും പല ഏജൻസികളും പറയാറില്ല. അത് പല രാജ്യങ്ങളും വന്നു കഴിഞ്ഞിട്ടാണ് ഈ ആൾക്കാർ അറിയുന്നത് ഇങ്ങനെയുള്ള സംഭവങ്ങൾ. അപ്പോഴേക്കും സമയം വൈകിപ്പോൾ പിന്നെ അവരെ ചെയ്യേണ്ടി വരും. ഇത് അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ഇന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടതെന്ന്. അങ്ങനെ മറ്റു പല രാജ്യങ്ങളിൽ നിന്ന് വരുന്നവർ ഇങ്ങനെയുള്ള ഇൻഫർമേഷൻ പാസ് ചെയ്യുകയും പഠിപ്പിക്കുകയും അവർ വിളിച്ചുകൊണ്ട് വന്ന ആൾക്കാരെ കൂടുതൽ പരിശീലിപ്പിക്കുകയും ഒക്കെ ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് പല രാജ്യക്കാരും പല യൂറോപ്യൻ രാജ്യങ്ങളും മുന്നേറുന്നത്. മലയാളികളിൽ അതില്ല. ഒന്നാമത്തെ കാര്യം, മലയാളികളിൽ അത്രയും ബോധം കുറവാണ്. പിന്നെ കുറച്ച് സർട്ടിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെയാണ് വരുന്നത്. ഈ ജർമ്മനിയിലൊക്കെ ആണെങ്കിൽ നേഴ്സുമാർക്കൊക്കെ വലിയ ഡിമാൻഡാണ് പല രാജ്യങ്ങളിലും. അതിപ്പോൾ UK ആയിക്കോട്ടെ, US ആയിക്കോട്ടെ, ഓസ്ട്രേലിയ, അങ്ങനെയുള്ള സ്ഥലങ്ങളായിക്കോട്ടെ, അവരൊക്കെ സർട്ടിഫൈഡ് ആണ്. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് അങ്ങനെയുള്ള സർട്ടിഫിക്കേഷൻ ഒന്നും ഇല്ല. പക്ഷേ ഷോർട്ട് ടൈം സർട്ടിഫിക്കേഷനുള്ള കോഴ്സൊക്കെ നമുക്ക് ഇവിടുന്ന് ചെയ്യാവുന്നതാണ്, നാട്ടിൽ നിന്ന് ചെയ്യാവുന്നതാണ്. അങ്ങനെ ചെയ്തിട്ട് നമുക്ക് പല കാര്യങ്ങളും ചെയ്യാവുന്നതാണ്. സർട്ടിഫൈഡ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ യൂറോപ്പിലായാലും പല സ്ഥലങ്ങളിലും സ്കിൽഡ് വർക്കേഴ്സിനെയാണ് അവർ താല്പര്യപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ടിട്ട് നമുക്ക് ആ സ്കില്ല് ഉള്ള ആൾക്കാർ, അതും നിങ്ങൾക്ക് എത്രത്തോളം സ്കില്ല് നിങ്ങൾ അക്വയർ ചെയ്യാൻ വേണ്ടി പറ്റും, എസ്പെഷ്യലി ഭാഷ, മറ്റു പല കാര്യങ്ങൾ, അഡാപ്റ്റബിലിറ്റി ഒക്കെ. എൻ്റെ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ ടൂറിസമിലാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പം നമ്മളിത് കണ്ടാണ് വളർന്നത്, പല രാജ്യക്കാരെ കണ്ടാണ് വളർന്നത്. ഭാഷകളൊക്കെ പലതും നമുക്ക് നാട്ടിൽ നിന്ന് തന്നെ അറിയാം, അവരുടെ രീതികൾ അറിയാം, അഡാപ്റ്റബിലിറ്റി അറിയാം. അതൊക്കെ കൊണ്ടാണ് നമ്മൾ പിടിച്ചു നിൽക്കുന്നത്.